ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഫോക്കസ് MLTയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BSc MLT പഠിക്കാൻ ടഫായിട്ടുള്ള സ്റ്റുഡൻസിന് നമ്മൾ ചെറിയ ചെറിയ BSc MLTയുടെ ഓരോ ടോപ്പിക്ക് ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് കണ്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് BSc MLT സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോർഷൻ BMLSൻ്റെ ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് BMLSലും ഫസ്റ്റ് ഇയർ ബയോകെമിസ്ട്രിയിലും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലാസ് വൈസ് പഠിച്ചു. ഇന്ന് അതിൻ്റെ ക്ലീനിങ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾക്ക് 5 മാർക്കിനൊക്കെ ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അപ്പം ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർസിന് മാത്രം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കോമൺ ഗ്ലാസ് വെയർസ് ആദ്യം എഴുതാം. അതിനുശേഷം എന്തായാലും ക്ലീനിങ്ങിനെ പറ്റി എഴുതാം. ക്ലീനിങ്ങിനെ പറ്റി എഴുതുന്നത് കോമൺ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് വരുന്നത്. അതായത് ഓരോ സാധനത്തിന് ക്ലീനിങ് സൊല്യൂഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു കാര്യം എഴുതിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റിൽ വാട്ടറിൽ പിന്നെ ഡിയണൈസ്ഡ് വാട്ടറിലൊക്കെ റിൻസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ഓവനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം. ഈ പോയിന്റ് കോമൺ ആയിട്ട് വരുന്നത്, അതായത് എല്ലാത്തിനും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർസ് പറയുമ്പം ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് വോളിമെട്രിക് ഗ്ലാസ് വെയർസ് ആൻഡ് ഗ്ലാസ് അപ്പാരറ്റസ് മസ്റ്റ് ബി അബ്സല്യൂട്ട്ലി ക്ലീൻ. അല്ലേ, ഏതൊരു അപ്പാരറ്റസ് ആണെങ്കിലും വൃത്തി അത്രയും ക്ലീൻ ആയിട്ടിരിക്കൽ എന്താ നിർബന്ധമാണ്. കൂടുതലായിട്ട് നമ്മൾ ക്രോമിക് സൾഫൂരിക് ആസിഡ് മിക്സ്ചർ ആണ് എന്ത് ക്ലിയറിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ക്ലീനിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ന്യൂ ഗ്ലാസ് വെയർസ് ആണെങ്കിലോ 1% HCl ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലീനിങ് ഓഫ് പിപ്പറ്റ്, നമ്മൾ പിപ്പറ്റ് ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പിപ്പറ്റിനെ വെർട്ടിക്കൽ പൊസിഷനിൽ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. പിന്നെ ഒരു ഗ്ലാസ് വുഡൻ എന്ത് ചെയ്യണം, പാഡ് ഓഫ് ഗ്ലാസ് വൂൾ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. ഇവിടെ ജാറിലെ ബോട്ടത്തിൽ പ്ലേസ് ചെയ്യണം. എന്ത് ബ്രേക്കേജ് ഒന്നും ഉണ്ടാകും, ടിപ്പിൽ ബ്രേക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, സോക്ക് ചെയ്ത് വെക്കും. എവിടെയാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്, നമ്മൾ ക്ലീനിങ് സൊല്യൂഷനകത്ത് സോക്ക് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ എന്ത് റിൻസ് ചെയ്യും ടാപ്പ് വാട്ടറിൽ. എന്നിട്ട് എല്ലാ ട്രേസും ബാക്കി എല്ലാ എന്തൊക്കെ ഇതുണ്ടോ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ഡിസ്റ്റിൽ വാട്ടറിൽ സോക്ക് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, റിൻസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓവനിൽ പ്ലേസ് ചെയ്യും. ഓവനിൽ വെച്ച് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം കോമൺ പ്രൊസീജിയറാണ്. അപ്പം നമ്മൾ പിപ്പറ്റ് ആകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ടിപ്പിൽ പെട്ടെന്ന് ബ്രേക്കേജ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വെർട്ടിക്കൽ പൊസിഷനിൽ നടത്തണം. അതുകൂടാതെ എന്ത് ഗ്ലാസ് വൂളിൻ്റെ ഒരു പാഡ് യൂസ് ചെയ്യും. ആ ഒരു കാര്യം പറയുക. പിന്നെ നമ്മളെന്താ ക്ലീനിങ് സൊല്യൂഷനിനകത്ത് ആദ്യം സോക്ക് ചെയ്യും, പിന്നെ റിൻസ് ചെയ്യുക, കാര്യങ്ങൾ പറയുക. ഡിസ്റ്റിൽ വാട്ടർ, ഡിയണൈസ്ഡ് വാട്ടർ, ഡിസ്റ്റിൽ വാട്ടർ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഓവനിൽ വെച്ച് ട്രൈ ചെയ്യുക. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി അതർ ഗ്ലാസ് വെയർസ് ആണെങ്കിലോ ക്ലീനിങ് സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പോർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഡിസ്റ്റിൽ വാട്ടറിൽ റിൻസ് ചെയ്യും. പിന്നെ ആദ്യം നമുക്ക് ഇവിടെ എഴുതുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാമല്ലേ, മറ്റ് ഗ്ലാസ് വെയർസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം സൊല്യൂഷനകത്ത് ക്ലീനിങ് സൊല്യൂഷനകത്ത് നമുക്ക് എന്ത് ചെയ്യും, സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം എന്തൊക്കെ ഡിയണൈസ്ഡ് വാട്ടറിൽ, പിന്നെ ഡിസ്റ്റിൽ വാട്ടറിൽ, പിന്നെന്താ ഹോട്ട് എയർ ഓവനിൽ കീപ്പ് ചെയ്യാം. ഹോട്ട് എയർ ഓവനിൽ വെച്ച് നമുക്ക് ഡ്രൈ ആക്കി യൂസ് ചെയ്യാം. ന്യൂ ഗ്ലാസ് വെയർസ് ആണെങ്കിൽ നമ്മൾ എന്താ 1% HCl സോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, റിൻസ് ചെയ്ത് യൂസ് ചെയ്യും. ഇനി ഡേർട്ടി ആയിട്ടുള്ള ഗ്ലാസ് വെയർസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്രോമിക് ആസിഡ് സൊല്യൂഷൻ വെച്ചിട്ടാണ് ഡേർട്ടി ആയിട്ടുള്ള ഗ്ലാസ് വെയർസ് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, അതെന്ത് ചെയ്യും, ഗ്ലാസ് വെയർസ് എന്ത് ചെയ്യും, ക്രോമിക് ആസിഡ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യും. പിന്നെ ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്തെടുക്കും. ഇനി ഒത്തിരി ഡേർട്ടി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓവർ നൈറ്റ് എന്ത് ചെയ്യും, ക്രോമിക് ആസിഡ് സൊല്യൂഷനിൽ കീപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, വാഷ് ചെയ്തെടുക്കത്തുള്ളൂ. ബാക്കി പ്രൊസീജിയർ കോമൺ തന്നെയാണ്. ഓക്കെ, ഇനി കുറേ അധികം ക്ലീനിങ് സൊല്യൂഷൻസ് ഉണ്ട്. ഡൈലൂട്ട് ആയിട്ടുള്ള HCl നമ്മൾ എന്ത് ചെയ്യും, അയൺ സ്റ്റെയിൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അയൺ സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഡൈലൂട്ട് HCl ഉപയോഗിക്കുന്നത്. HNO3 ആണെങ്കിലോ നെസ്ലസ് റിയേജൻ്റ് കൊണ്ടുള്ള സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി HNO3 യൂസ് ചെയ്യും. പിന്നെ ഗ്രീസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ബോയിൽഡ് ആയിട്ടുള്ള ആൽക്കലി സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. ബോയിലിങ്ങും ആൽക്കലി സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം 1% HCl ആണ് എന്ത് വരുന്നത്, പുതുതായിട്ടുള്ള ഗ്ലാസ് വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡൈലൂട്ട് HCl അയൺ സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. HNO3 ആണെങ്കിലോ നെസ്ലസ് റിയേജൻ്റ്. ഇപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും എഴുതാം. അപ്പം നെസ്ലസ് റിയേജൻ്റ് കൊണ്ടുള്ളത് റിമൂവ് ചെയ്യാൻ വേണ്ടി HNO3, പിന്നെന്താ ഗ്രീസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ബോയിലിങ്ങും ആൽക്കലി സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് എഴുതാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കോമൺ ആയിട്ട് നമുക്ക് പ്രൊസീജിയർ എല്ലാം ഒന്നാണ്, ക്ലിയറിങ് സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിലും അത് മാറ്റി മാറ്റി എഴുതി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ എന്ത് എല്ലാം എഴുതുമ്പോൾ ഈ ഒരു പോയിന്റ് വിട്ടുപോകരുത്.